അമ്മ വിമലയുടെ പേരിലുള്ള വീട്ടിലാണ് മകൻ ദിനുവും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. മകന്റെ കുടുംബം ഈ വീട്ടിൽ താമസിക്കുന്നതിന്റെ പേരിൽ കുറേ നാളുകളായി തർക്കങ്ങളുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെയോടെ ദിനു താമസിച്ചിരുന്ന വീട് കത്തി നശിച്ചു. ഈ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. തർക്കത്തിന്റെ പേരിൽ അമ്മയാണ് വീടിന് തീവെച്ചതെന്നാരോപിച്ച് ദിനു പോലീസിൽ പരാതി നൽകി. മിക്കവാറും ബേക്ക് വഴിയാണ് വരുന്നത്. ബേക്ക് വഴി വന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അവർ തീയിട്ടതാണ്. കാരണം അവർ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഈ വീട്ടിനകത്ത് ഞാൻ തൂങ്ങും അല്ലെങ്കിൽ തീയിടുമെന്ന് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കേസുമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഈ 11 കൊല്ലമായിട്ട് ഈ നെട്ടോട്ട് ഓടാണ്. എന്താണ് ഒരു വിഷയമെന്ന് വെച്ചാൽ അത് അറിയത്തില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കടക്കൽ പോലീസ് വിമലയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങളുണ്ടായത്. പോലീസ് വിവരങ്ങൾ ചോദിക്കുന്നതിനിടെ വിമല സ്റ്റേഷനുള്ളിൽ കുഴഞ്ഞു വീണു. പോലീസ് ഇവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽവാസികൾ ഫോണിൽ വിളിച്ചറിയിച്ചപ്പോഴാണ് വീടിന് തീപിടിച്ച വിവരം താൻ അറിഞ്ഞതെന്നാണ് വിമലയുടെ മൊഴി. ഞാൻ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടത്? എനിക്ക് ഞാൻ മോനൊന്നും ഇല്ല, എനിക്ക് ആരും ഇല്ല. എന്റെ അനേകത്തിലാണ് കൊണ്ടാക്കിയ ഒന്ന്. ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നുള്ള കൊണ്ട് ഇവര് വീട്ടിലാണ് കിടക്കയെ. എനിക്ക് നേരത്തെ വെള്ളം തരുന്നത്. അതേസമയം മകന്റെ കുടുംബവും അമ്മയും തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ടെന്നാണ് വിവരം. 2 കൂട്ടരുടെയും പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്ന് കടക്കൽ പോലീസ് അറിയിച്ചു. അതേസമയം മകനും ഭാര്യയും തന്നെ മർദ്ദിച്ചെന്ന് ബന്ധുക്കളെ വിമല ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന് തെളിയിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.